അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളാണ് മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ചരിത്രപരമായും ഐതിഹ്യപരമായും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള മൂലവിഗ്രഹം കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നുവെന്നും ആ കൊണ്ടുവന്ന വിഗ്രഹം ചമ്പക്കുളത്ത് ഇറക്കി വെച്ച് പൂജ ചെയ്തുവെന്നും മഠത്തിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു ദിവസം സൂക്ഷിച്ചുവെന്നും പിറ്റേ ദിവസം ആഘോഷമായിട്ട് ചെമ്പകശ്ശേരി തമ്പുരാന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളും ഭാരവാഹികളും രാജപ്രതിനിധികളും എല്ലാം ചെന്ന് ആഘോഷമായിട്ട് വിഗ്രഹം ചുണ്ടൻ വെള്ളത്തിൽ ഇവിടെ കൊണ്ടുവന്നുവെന്നും ആണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടത്തപ്പെടുന്നത്. കാലക്രമത്തിൽ ഈ വള്ളംകളിക്ക് ഒരു കായിക വിനോദത്തിൻ്റെ രൂപം കൊടുക്കുകയും തിരുവിതാംകൂർ മഹാരാജാവ് ഒരു ട്രോഫി അതിനു വേണ്ടിയിട്ട് സമ്മാനിക്കുകയും ചെയ്തു. രാജപ്രമുഖൻ ട്രോഫി എന്നാണ് അതിന് പേര്. ആ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള വള്ളംകളിയാണ് മിഥുനമാസത്തിലെ മൂലം വള്ളംകളിയായിട്ട് ചമ്പക്കുളത്ത് ആണ്ടുതോറും നടത്തിവരുന്നത്. കാലക്രമേണ ഇതിൻ്റെ പൗരാണികവും ആധ്യാത്മികവുമായ ഭാഗങ്ങളിൽ കുറച്ച് ലോപം വരികയും അത് ക്രമേണ ഒരു കായിക വിനോദമായിട്ട് സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും റവന്യൂ വകുപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും അങ്ങനെ കുട്ടനാട് തഹസീൽദാർ, കുട്ടനാടുള്ള പൊതു പ്രവർത്തകരായിട്ടുള്ള പ്രമാണിമാർ, രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും കൂടി അതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എങ്കിലും അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മൂലം വള്ളംകളി ദിവസം ക്ഷേത്രത്തിലെ ഉച്ചപൂജകളെല്ലാം തന്നെ സമാപിച്ചതിന് ശേഷം അമ്പലപ്പുഴ പാൽപ്പായസവുമായിട്ട് ദേവസ്വം അധികാരികൾ, രാജപ്രതിനിധി, ക്ഷേത്രത്തിലെ കമ്മിറ്റിയുടെ പ്രതിനിധികൾ, ഭക്തജനങ്ങൾ, പൗരമുഖ്യർ എല്ലാവരുമായിട്ട് ഇവിടെ നിന്ന് ചമ്പക്കുളത്തെത്തുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട മഠത്തിൽ ക്ഷേത്രത്തിലും അതിനുശേഷം ക്ഷേത്ര വിഗ്രഹം ഇറക്കി വെച്ചു എന്ന് സങ്കല്പിക്കപ്പെടുന്ന മാപ്പിളശ്ശേരി കുടുംബത്തിലും എത്തുകയും അവർക്ക് ഇവിടുത്തെ ഉപഹാരമായിട്ട് പാൽപ്പായസവും മറ്റും സമർപ്പിച്ച് അവരുടെ സ്വീകരണവും ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് അവിടുത്തെ വള്ളംകളിയുടെ ചടങ്ങുകൾ പുനരാരംഭിക്കുന്നത്. ഇത് കുറച്ച് ലോപിച്ച ആ അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം കുറെ അകന്നു പോകുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂലം പൈതൃക സമിതി രൂപീകരിക്കുകയും ഏതാണ്ട് 10-17 വർഷങ്ങളായിട്ട് മൂലം പൈതൃക സമിതിയുടെ നേതൃത്വത്തിൽ മൂലം വള്ളംകളിയുടെ തലേ ദിവസം ഒരു വിഗ്രഹഘോഷയാത്ര കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴയ്ക്ക് പുറപ്പെട്ട് ഇവിടെ വന്ന് പല ക്ഷേത്രങ്ങളിലും മറ്റ് സംഘടനകളുടെയും എല്ലാം തന്നെ നേതൃത്വത്തിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏതാണ്ട് സന്ധ്യയോടുകൂടി ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ കൊടിമരച്ചുവട്ടിൽ വന്ന് കൊണ്ടുവരുന്ന വിഗ്രഹം പ്രതീകാത്മകമായിട്ട് അവിടെ സമർപ്പിച്ച് വള്ളപ്പാട്ടും പാടി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണുള്ളത്. ഇതോടൊപ്പം ഏതാനും വർഷങ്ങളായിട്ട് ചമ്പക്കുളത്ത് മഠത്തിൽ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഒരു വള്ളസദ്യ നടത്തുന്നുണ്ട്. ആറന്മുള വള്ളസദ്യയുടെ രീതിയിൽ തന്നെ ആറന്മുളയിലുള്ള വള്ളസദ്യ ദേഹണ്ണക്കാരെ കൊണ്ട് 64 വിഭവങ്ങളോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 1000-ലേറെ ഭക്തജനങ്ങൾക്ക് അങ്ങനത്തെ വള്ളസദ്യ നടത്തി. ഇപ്രാവശ്യം അതിൽ കൂടുതൽ ഏതാണ്ട് 2000-ഓളം ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പന്തലുകളും അതിനുള്ള കൊട്ടിലുമെല്ലാം തന്നെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. തലേ ദിവസം ഉച്ചയ്ക്ക് കരിങ്കുളത്ത് നിന്നിരുന്ന വിഗ്രഹം മഠത്തിൽ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചതിന് ശേഷം അവിടെ ഈ മൂലം പൈതൃക സമിതിയുടെ നേതൃത്വത്തിലുള്ള വള്ളസദ്യ നടക്കും. അതിനുശേഷം വീണ്ടും വിഗ്രഹം അവിടെ നിന്ന് പുറപ്പെട്ട് തലവടി തകഴി വഴി അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ഇറക്കൊടിക്കളത്തട്ട്, പണ്ട് ഇവിടുന്നാണ് വള്ളം എല്ലാം പുറപ്പെട്ടുകൊണ്ടിരുന്നത്. ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ പ്രധാനപ്പെട്ട വള്ളങ്ങൾ ഇവിടെ പാർത്ഥസാരഥി എന്ന് പറയുന്നൊരു വള്ളം അമ്പലപ്പുഴ ചെമ്പകശ്ശേരിയുടെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് കിഴക്കേ നടയിൽ നിന്ന് പുറപ്പെട്ടിരുന്നത്. അതിന്റെ ആ ഇറക്കൊടിക്കളത്തട്ട് ഇപ്പോഴും അവിടെ വിളക്ക് വെച്ച് ഭഗവാനെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് വെച്ചു എന്ന് സങ്കല്പിക്കുന്ന ആ കളിത്തട്ടില്, ഇറക്കൊടി കളിത്തട്ടില് വിളക്ക് വെച്ച് ഇപ്പോഴും
വൈകുന്നേരങ്ങളിലൊക്കെ വിളക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ ആ എറക്കൊടി കളിത്തട്ടിന് അവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് വിഗ്രഹത്തോടൊപ്പം വന്നുവെന്ന് സങ്കല്പിക്കുന്ന വലിയ മഠത്തിൽ പണിക്കരുടെ കുടുംബത്തിലെത്തി അവിടെ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ നിന്ന് നേരെ പടിഞ്ഞാട്ട് വന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ ആറാട്ട് കിടക്കുന്ന ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടുന്നും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഇടയ്ക്കുള്ള മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഒക്കെയുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ദീപാരാധനയ്ക്ക് മുമ്പായിട്ടാണ് കൊടിമരച്ചോട്ടിൽ ഈ ഘോഷയാത്ര എത്തിച്ചേരുന്നത്. കൊടിമരച്ചോട്ടിലെത്തി വള്ളപ്പാട്ടോടുകൂടി ഈ ചടങ്ങുകളെല്ലാം അവിടെ സമാപിക്കും. അതിനുശേഷം ഈ പൈതൃക സമിതിയുടെ ഉദ്ദേശത്തെയും അതുപോലെ തന്നെ ഇതിന്റെ മഹത്വത്തെയും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു സമ്മേളനം നമ്മൾ നടത്താറുണ്ട്. ഒരു പൊതുസമ്മേളനം കൂടെ നടത്താറുണ്ട്. ഈ വർഷത്തെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അമ്പലപ്പുഴ MLA കൂടിയായ ബഹുമാനപ്പെട്ട ജി സുധാകരൻ സാറാണ്. അദ്ദേഹത്തെ ദേവസ്വം പ്രതിനിധികളും മറ്റ് പ്രതിനിധികളും മറ്റ് പൗരമുഖ്യരും എല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വർഷത്തെ ഈ പൈതൃക സമിതിയുടെ മൂലം വിഗ്രഹ ഘോഷയാത്ര എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹം കൊണ്ടുവന്നുള്ള പ്രതീകമായിട്ടുള്ള ആ ഘോഷയാത്ര പൈതൃക സമിതി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ചെയർമാനായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ശ്രീകുമാര പണിക്കരാണ് അതിൻ്റെ സെക്രട്ടറി. ഇതിൻ്റെ മൂലം പൈതൃക സമിതിയുടെ ചമ്പക്കുളം സജയൻ ചമ്പക്കുളം, രതീഷ് എന്നിവരാണ് അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരോത്തരം അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ടും മൂലം വള്ളംകളിയുമായിട്ടുമൊക്കെയുള്ള ബന്ധങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുകയും അത് വലിയൊരു സംഭവമായിട്ട് ഒരു പൈതൃക സമിതിയുടെ ഇതിൽ ഒരു യുനെസ്കോയുടെ ശ്രദ്ധയിൽ വരെ പെടുത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് ഉദ്ദേശം. വളരെ പൗരാണികവും ആചാരപരമായിട്ട് മുന്നിൽ നിൽക്കുന്നതും പലവിധ പൂജകളും പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമുള്ള അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ലോകം മുഴുവൻ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാർത്ഥസാരഥിയുടെ തൃപ്പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു.